ഹലോ ഗായ്സ്, ദിസ് ഈസ് മീ ശ്രീവിഷ. സന്തോഷത്തിന്റെ പൂത്തിരി വിടർത്തി ഹാപ്പിനെസ് ഫെസ്റ്റിവൽ. ഇത് ഈ നാടിന്റെ ജനകീയ ഉത്സവം. നമുക്ക് ഇന്ന് ഹാപ്പിനെസ് ഫെസ്റ്റിവൽ കാഴ്ചകൾ കണ്ടാലോ? അങ്ങോട്ട് പോവാം അല്ലേ? കം ഓൺ. പേരെന്താ? ഐസാം. പേരെന്താ? ഐഷ കുട്ടിയാണല്ലേ? ആണോ? ഒന്ന് ചിരിക്കുവോ? നാണാണോ? അവിടെ കുറച്ച് നാണോ? എന്താ ഒന്നും വാങ്ങിച്ചൊന്നില്ല? കയ്യിലുണ്ട്, സാധനം കയ്യിലുണ്ടല്ലേ? അപ്പൊ എങ്ങനെയാ പരിപാടിക്ക് ഇഷ്ടായോ? ഈ സ്റ്റാളിലൊക്കെ കേറിയോ? എന്തൊക്കെയാ വാങ്ങിച്ചെന്നെ? എന്ത് ഇപ്പൊ കയ്യിലുണ്ടല്ലേ? അത് ഉപ്പാക്ക് എന്ത് വാങ്ങിച്ചതാ? മോനൊന്നും വാങ്ങിച്ചെന്നില്ല? എടാ, കിട്ടിയില്ലെങ്കിൽ ചോദിച്ച് മേടിക്കണം കേട്ടോ. ഇനി എന്താ ചോദിക്കാൻ പോന്നെ? അങ്ങനെ മടിച്ച ഉപ്പ അത് വേണം ഇത് വേണം എന്ന് വെച്ചാൽ അങ്ങ് വാങ്ങിക്കേട്ടോ. ഇഷ്ടപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോ വാങ്ങിക്കാൻ? ഉണ്ടോ? ഐസ്ക്രീം ഒന്നും ഇഷ്ടമല്ല? ഇഷ്ടം. അവിടെ ഫുഡ് ഉണ്ടെന്ന് കേട്ടോ. നല്ലോണം തിന്നണം പോയിട്ട് കേട്ടോ. ഉപ്പായോട് അത് വേണം ഇത് വേണം എല്ലാം വാങ്ങിക്കണം കേട്ടോ. അത് ഞാൻ ഏറ്റവും. അങ്ങനെയാണോ? ആണ്. താങ്ക് യു ഐഷക്കുട്ടി. ബൈ ബൈ പറയോ? ആള് പോട്ടെ. ബൈ. പറ. പേരെന്താ? ഉദയൻ. ചേട്ടൻ എവിടുന്നാ വരുന്നേ? അടുത്താണോ? അപ്പൊ ഹാപ്പിനെസ് ഫെസ്റ്റിവലിന്റെ ആദ്യത്തെ ഡേ ആണോ? അല്ല, ഇത് മൂന്നാമത്തെ അല്ലേ? അങ്ങനെയാണോ വരുന്നേ? ആദ്യമായിട്ട് വരുന്നതാ. എന്താ അഭിപ്രായം? ഹാപ്പിനെസ് ഫെസ്റ്റ് നല്ല അഭിപ്രായം തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്ന ജനങ്ങൾ നല്ല ഹാപ്പിനെസ് ആയി പോയതുകൊണ്ട് ഇപ്രാവശ്യം നല്ല കഴിഞ്ഞ പ്രാവശ്യം ആള് കൂടുതലാന്ന് തോന്നുന്നു. നല്ല പരിപാടി കൂടുതലായിട്ട് ഇവിടുത്തെ ജനങ്ങളുടെ ഉത്സവമായോണ്ട് ആഘോഷിച്ചു പോകുന്നു. ആള് എല്ലായിടത്തും വരുന്നുണ്ട്. നമ്മളെ വീടിന് മാത്രമല്ല, നമ്മളെ ജില്ലയിൽ നിന്ന് മൊത്തം ആൾക്കാർ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ സ്റ്റാളിലൊക്കെ കയറിയോ? സ്റ്റോളിങ്ങനെ നമ്മള് നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആണോ? ഇഷ്ടായോ? ഇഷ്ടമായി. സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? സാധനങ്ങൾ വാങ്ങിക്കൊണ്ടേ ഇരിക്കുന്ന നമ്മൾ ഒരു സാധനം വാങ്ങിച്ചില്ല. എന്താ സാധനം? കടലയാണോ? അല്ല, ഇത് കടലല്ല, ഇത് പല്ലി പാറ്റ സാധനമാണ്. പാറ്റേനെയും പല്ലിനെയും പിടിക്കാനൊരു സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ. നിങ്ങൾ രണ്ടുപേരും ഉള്ളോ? ആണോ? ആണോ? ഫ്രണ്ട്സ് രണ്ടാളും ചില്ലാക്കാൻ ഇറങ്ങിയതാണോ? അതെ അതെ, ഫ്രണ്ട്സ് നമ്മൾ ചില്ലാക്കാൻ ഇറങ്ങിയതാണ്. താങ്ക് യു സോ മച്ച്. എല്ലാ ദിവസവും വരുന്നതാണ്. നമ്മളെ മോളും ഭാര്യ വരുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഇറങ്ങാന്ന് ചോദിച്ചു. താങ്ക് യു. പേരെന്താ? ദിയ. ഓഹോ, സിയ, ദിയ, ശ്രീയ. നിങ്ങൾ കസിൻസ് ആണോ സിബ്ലിങ്സ് ആണോ? എങ്ങനെയാ? ഫ്രണ്ട്സ് ആണോ? പേര് മാച്ച് ആക്കി നിങ്ങൾ ഫ്രണ്ട്സ് ചൂസ് ചെയ്തതാണോ? ആനന്ദം ഫിലിം കണ്ടിട്ടില്ലേ? അതും ഒരു വൈബ് അല്ലേ? ആണോ? അങ്ങനെയാണോ? ആണ്. പേരെന്താ? ബീന. പ്രകാശ്. പ്രിയ. അവിടെ പേരെന്താ? അങ്ങനെ കരണ്ട് വരുന്നുണ്ടല്ലോ. ശ്രീദർശ്. എന്തിനാ കരണ്ടേ? എന്തെങ്കിലും കണ്ടിട്ട് ഓടാൻ വേണ്ടിട്ടാണ് കേട്ടോ കരണ്ടത്. ഓക്കെ. നിങ്ങൾ മൂന്നാല് പാട്ടൊക്കെ പാടുവോ? ഫ്രണ്ട്സ് അല്ലേ? പാട്ട് പാടുവോ? ഉഷാറായിട്ടൊരു പാട്ട് കേട്ടല്ലോ. പാട്ട് പാടുവോ? മൂന്നാളോട് ഒരു പാട്ട് പാടില്ലേ? ഒരു പാട്ട് പാടുന്നേ. ഏതാ? നിങ്ങൾ തീരുമാനിക്കും. അതിനു മുമ്പ് നമുക്ക് ഹാപ്പിനെസ് ഫെസ്റ്റിവലിനെ പറ്റി 2 വാക്ക് പറയൂ ചേച്ചി. നമ്മളുടെ ഇപ്പൊ നാടിന്റെ ഉത്സവമാണ്. എല്ലാവരും പറയുന്ന പോലെ തന്നെ എന്താ പറയാ, ഇപ്പൊ 2 വർഷമായിട്ട് എല്ലാവരും ഈ ഒരു സമയത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ വെരി ഹാപ്പി. താങ്ക് യു. ചേട്ടനെന്താ പറയാ? തംസ് അപ്പിൽ ഒതുക്കി കേട്ടോ. ഉഷാറ്. വൻപട. ഹാപ്പി. ഉഷാറ്. ചേച്ചിക്ക് അത് തന്നെ. ഹാപ്പിയാണ്. ഓക്കെ. ഹാപ്പിനെസ്. തീരുമാനിച്ചു പാട്ട്? തീരുമാനിച്ചില്ല. എന്തായാലും എൻജോയ് ചെയ്തോ കേട്ടോ. ബൈ. ഹായ്. തിരക്കാണോ? ഇന്ന് കുറച്ച് കുറവാണ്. ഇന്നലെ നല്ല ആളുണ്ടായിരുന്നു. പേരെന്താ ചേച്ചിയുടെ? രജിത. മുരളീധരൻ. പേരെന്താ? ഷമിൽ. നമ്മള് തളിപ്പറമ്പ്. ഇങ്ങനെ വന്നേ ചേച്ചി അങ്ങ് പോവാട്ടോ. നമ്മള് തളിപ്പറമ്പ്. സ്റ്റാളിനെ പറ്റി എന്താണ് പറയാനുള്ളത്? സ്റ്റാളിനെ പറ്റിട്ട് മോശമൊന്നുമില്ല. നല്ല അടിപൊളി സ്റ്റാൾ തന്നെ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ അത്ര കച്ചവടമില്ല. കച്ചവടം കുറവാണ്. ആള് കുറവല്ലേ? വരുന്ന ദിവസങ്ങളല്ലേ? വരുന്ന ദിവസങ്ങളെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഭയങ്കര ചൂടല്ലേ? എല്ലാരും വൈകുന്നേരമാണ് ഇറങ്ങുന്നത്.
എല്ലാവർക്കും 99% കൂടുതൽ തിന്നാനേ വേണ്ടു, ഭക്ഷണമേ വേണ്ടു. ഇങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ അങ്ങനെ ആളില്ല. ആളില്ല, വരും എന്തായാലും വരും. ദിവസമില്ലേ അല്ലേ? ആളുകൾ എവിടെ പോവാനോ ഇവിടെ തന്നെ വരില്ലേ അല്ലേ? എന്താ പറയാനുള്ളത്? നല്ല സ്റ്റാള്, നല്ല വൃത്തിയുള്ള നല്ലൊരു ഹാപ്പിനെസ് ഫെസ്റ്റിവൽ ഹാപ്പി ആയിട്ട് പോകും. താങ്ക് യു. എന്റെ വീട് മാഡം ഒന്നും വിളിക്കില്ല. എന്താ വീട്ടിലൊരു കുട്ടീന്റെ പ്രായം ഞാൻ കണ്ണൂർ പള്ളിക്കുന്നാണ്. അവിടെ ഏട്ടൻ ധർമ്മശാലക്കാണ്. ശരി, താങ്ക് യു. അടുത്ത പേരെന്താ? ലിജി. ലിജി എവിടുന്നാ വരുന്നേ? ഞങ്ങള് പന്നൂര് കാരാക്കോടി. ആണോ? ഓക്കെ. അപ്പൊ ഇത് ഈ സ്റ്റോളിനെ പറ്റിയും പ്രൊഡക്ട്സിനെ പറ്റിയൊക്കെ എന്താണ് പറയാനുള്ളത്? ഞാൻ ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ്. വീട്ടിൽ നിന്ന് കുടുംബശ്രീയുടെ പ്രൊഡക്റ്റ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയതാ 3 വർഷമായി. ആണോ? രഞ്ജു ഷൈൻ പ്ലസ് എന്റെ പ്രൊഡക്റ്റിന്റെ പേര്. ഓക്കെ ഓക്കെ, രഞ്ജു ഷൈൻ പ്ലസ് അല്ലേ? രഞ്ജു ഷൈൻ പ്ലസ്. ഓക്കെ ഓക്കെ. ഇപ്പൊ എങ്ങനെ ഇതൊക്കെ എങ്ങനെ പോകുന്നു? മോശമില്ലാണ്ട് പോകുന്നുണ്ട്. മോശമില്ലാണ്ട് പോകുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ ഹാപ്പിനെസ് ഫെസ്റ്റിവലിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഇത് കഴിഞ്ഞ വർഷം ഞാൻ ഈ ഹാപ്പിനെസ് ഫെസ്റ്റിവൽ ഉണ്ടായ വ്യക്തിയാണ്. നല്ലൊരു സംരംഭം ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നുവെച്ചാൽ നല്ലൊരു പ്രോത്സാഹനം നമുക്ക് വേണ്ടി കിട്ടുന്നുണ്ട്. എന്നുവെച്ചാൽ സംരംഭം ശരിക്കും നല്ലൊരു എന്താ പറയുക, ഇങ്ങനെ ഒരു ഇത് കിട്ടുന്നതുകൊണ്ട് കുടുംബശ്രീ ഫ്രീ സ്റ്റാളുമാണ് നമുക്ക്. എന്നുവെച്ചാൽ ഇത്രയും നല്ലൊരു ഇത് സംഘടിപ്പിച്ച സാറിന് ഏറ്റവും വലിയ നന്ദി പറയുന്നത്. എന്നുവെച്ചാൽ നമുക്ക് ഇങ്ങനൊരു സ്റ്റാള് നമുക്ക് ഇനി പൈസ കൊടുത്ത് എടുക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. കണക്കിന് നമുക്ക് നല്ലൊരു ഇതാണ്. നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഒരു പരസ്യം കൂടി ആയില്ലേ? അത് ശരിയാ. ചേട്ടൻ എന്താ പറയാനുള്ളത്? കുഴപ്പമില്ല, നല്ല പരിപാടിയാണ്. ജനങ്ങളിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കുക, അതാണ് മെയിനായിട്ട് ഉദ്ദേശം. മാർക്കറ്റിംഗ് വെച്ചാൽ നമ്മൾ വലിയ വലിയ കമ്പനികളല്ലാണ്ട് നാടിന് ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് വില കുറഞ്ഞ് നല്ല സാധനം കൊടുക്കുക, അതാണ് നമ്മളെ മെയിനായിട്ട് ഉദ്ദേശം. നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ. താങ്ക് യു സോ മച്ച്. ബൈ. അപ്പൊ ഇത് 2 മിടുക്കന്മാരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവര് അല്ലേ? എന്താ പരിപാടി? വെറുതെ കാണാൻ വന്ന. പേരെന്താ? ശ്രാവൺ ശ്രീകാന്ത്. എന്താടാ? ശ്രാവൺ. ഫുൾ നെയിം പറഞ്ഞേ? ശ്രാവൺ ശ്രീകാന്ത്. ഓക്കെ. പേരെന്താ? അശ്വിൻ. എവിടുന്ന് രണ്ടാള് വരുന്നേ? മാങ്ങാട്. ഫ്രണ്ട്സ് ആണോ? ഫ്രണ്ട്സ് ആണ്. എവിടെയാ പഠിക്കുന്നേ? കല്ലേശ്ശേരി. പറശ്ശിനി. ഓക്കെ. ഹാപ്പിനെസ് ഫെസ്റ്റിവലിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? ഓരോ ഏജ് വരക്കും ഓരോ അഭിപ്രായം ഇരിക്കില്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താ? നമ്മള് നല്ല പരിപാടി തന്നെ, എല്ലാ ദിവസവും നല്ല പരിപാടി. ഓക്കെ. ഇത് ഫസ്റ്റ് ഡേ ആണോ? അല്ല, പിന്നെ മുമ്പ് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ഇഷ്ടായോ? ഇഷ്ടായി. എന്തൊക്കെ വാങ്ങിച്ചു? ഫുഡിന്റെ മെയിൻ നമ്മുടെ ഏർപ്പാട് ഫുഡാണ് അല്ലേടാ? ഫുഡ് വാങ്ങിച്ചു. ഓക്കെ. ഗെയിം കളിക്കാൻ താല്പര്യമുണ്ടോ? പിള്ളേരെല്ലാത്തിനും റെഡി ആട്ടോ. ഇങ്ങനത്തെ യങ്സ്റ്റേഴ്സിനെയാണ് നമുക്ക് വേണ്ടല്ലേ? അല്ലേ? ഗെയിം എന്താ? ഇങ്ങനത്തെ ഗെയിം ഇഷ്ടം? പബ്ജി, ഫ്രീ ഫയർ ഒന്നും പറയല്ലേ? അങ്ങനെയൊന്നുമില്ല. അങ്ങനത്തെ മതിയെന്നോ? ഞാൻ തരട്ടെ ഗെയിം. ഞാനിപ്പോ ഒരു അക്ഷരം തരും, അറിയോ? എന്താ പറഞ്ഞേ കേക്കട്ടെ? അക്ഷരം വെച്ചിട്ട് തന്നെ ഫസ്റ്റ് പറയണം. അക്ഷരം വെച്ച് തുടങ്ങുന്ന വേർഡ് തന്നെ, ഐ മീൻ സെന്റൻസ് പറയണം, ആൻസർ പറയണം. റെഡി? ഓക്കെ. അപ്പോൾ നിങ്ങൾ രണ്ടാൾ പരസ്പരം കളിക്കുന്നോ? അത് വേണം. ഞാൻ ചോദിക്കണം? ഞാൻ ചോദിക്കാം. ആരുടെ ചോദിക്കണ്ടേ? ചോദിക്കട്ടെ? അക്ഷരം തരട്ടെ? പേരെന്താ? കേട്ടില്ലടാ? ചാർലി എന്ന പേര്. എവിടുന്ന് വരുന്നത് ചാർലി? എവിടുന്ന് വരുന്നേ? എടാ നീ അറിഞ്ഞ? ഞാൻ പെട്ടു. അങ്ങനെയാണോ? അല്ല, അറിയില്ല. ചാർലി എവിടുന്ന് വരുന്ന അറിയില്ല. ചാർലി എവിടുന്ന് വരുന്നേ? ചാലക്കുടി. ചാലക്കുന്നാണ് വരുന്നത്. ഓക്കെ. രാവിലെ എന്താ ചാർലി കഴിച്ചത്? ചായയും വടയും വടയാണോ കഴിച്ചത്? ആണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? ചാച്ചൻ, അമ്മ. എടാ ചാച്ചൻ, അച്ഛൻ, അമ്മ. ചാച്ചൻ, അച്ഛൻ, പിന്നെ ആയില്ലേ? നമുക്ക് മൊത്തം ചായ കിട്ടണം. അപ്പൊ എന്തായാലും താങ്ക് യു. നന്നായിട്ട് കളിച്ചു. താങ്ക് യു. ബൈ. എന്താ? റഫ്ന. ചേച്ചിയുടെ പേരെന്താ? റംലത്ത്. ചേട്ടനോ? ചേട്ടൻ പോവാണോ? ചേട്ടൻ പോയി. ഹസ്ബൻഡിന്റെ പേരെന്താ? അബ്ദുറസാഖ്. ആണോ? എവിടുന്ന് വരുന്നേ? മാങ്ങട് റൈസ് മിൽ. ആണോ? ഓക്കെ. ഹാപ്പിനെസ് ഫെസ്റ്റിവലിനെ പറ്റി എന്താ അഭിപ്രായം? ഇനി വന്നേ? ഇല്ല. നല്ലതല്ലേ? ചെക്ക് ചെയ്യണത്രേ. ഓക്കെ. പർച്ചേസ് ഒക്കെ ചെയ്തോ? നമുക്ക് എന്താ വാങ്ങിച്ചെന്നേ? ഒന്നും വാങ്ങിച്ചെന്നില്ല. കിട്ടണത്രേ അല്ലേ? വെയിറ്റിംഗ് ആണോ? ഫുഡ് അടിക്കാനാണോ?
ഫുഡ് അടിക്കാനാണ് വെയിറ്റിംഗ്. ഓക്കെ, എന്നാൽ നടക്കട്ടെ. താങ്ക് യു. ആണോ? ഫസ്റ്റ് പ്രൈസ് അടിച്ച ആളാ കേട്ടോ. അപ്പൊ വീണ്ടും കണ്ടുമുട്ടതിൽ സന്തോഷം. പാട്ട് പാടുന്നോ? ഇല്ല, പാട്ട് പാടുന്നുണ്ട്. അമ്മക്ക് കാണുന്ന ആളാട്ടോ. നമ്മള് പോയ സ്കൂളില് ഗിഫ്റ്റ് കൊടുത്ത കുട്ടി അതല്ലേ. താങ്ക് യു, ബൈ. ശരി. ജിഷ്ണു. അപർണ. മാറി നിൽക്കുന്ന ആളുടെ പേരെന്താ? അഭിലാഷ്. ഓക്കെ, എവിടുന്നാ വരുന്നേ? പയ്യന്നൂർ. ഓക്കെ, ഔട്ട്ഫിറ്റ് റേറ്റ് പറയാൻ പറ്റുമോ? ഓ മൈ ഗോഡ്, പറയില്ല കേട്ടോ. കുഴപ്പമില്ല. ഗെയിം കളിക്കാൻ തന്നാ കളിക്കോ? സിമ്പിൾ ഗെയിം. കളിക്കോ? അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു അക്ഷരം തന്നിട്ട് ഞാൻ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിൽ റിലേറ്റ് ചെയ്തിട്ട് ആൻസർ പറയണം. മീൻസ് അത് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ. ആ, പോയ ആളെ കിട്ടില്ല കേട്ടോ. അഭിലാഷ് അല്ലേ? ആളെ ഗെയിം കളിക്കാൻ റെഡിയാണോ? റെഡി. ആരെ പിടിക്കണം? നല്ല അടിപൊളി ആൻസേഴ്സ് ആര് തരും? ഓക്കെ ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടാണ് കേട്ടോ. ചോദിക്കട്ടെ എന്നാലേ. ഞാനിപ്പോ ഒരു അക്ഷരം തരും. ആൻസർ പറയാം. റെഡി? ഓക്കെ. എന്തെങ്കിലും ഏത് ലെറ്റർ കൊടുക്കണ്ടേ? മാ. എല്ലാരും മാലാണല്ലോ പിടിക്കുന്നേ. മാ. പേരെന്താ? മനീഷ്. മനീഷ് എവിടുന്ന് വരുന്നു? മട്ടന്നൂർ. എന്താ രാവിലെ കഴിച്ചേ? രാവിലെയോ? ഓക്കെ, പൊക്കോ. ഇല്ല. തോറ്റില്ലേ അല്ലേ? കളിക്കുന്നോ? ഇല്ല. എന്താണോ ഒരു എനർജറ്റിക് ആയിട്ട് പറ. യെസ് ഒക്കെ പറയട്ടെ. കളിക്കൂല. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. അപ്പൊ താങ്ക് യു സോ മച്ച്. ബൈ. പേരെന്താ? ദീപ്തി. പ്രേമവല്ലി. സതി. ഓക്കെ. ഇപ്പൊ പോയേനെ കേട്ടോ. എന്താ ഹാപ്പിനെസ് ഫെസ്റ്റിവലിനെ പറ്റി പറയാനുള്ളത്? ഹാപ്പിനെസ് ഫെസ്റ്റിവലിന് ഞങ്ങൾ ആദ്യമായിട്ടാണ് സ്റ്റോൾ ഇടുന്നത്. അപ്പോൾ ഞങ്ങൾ ഓൺലൈനാണ് ബിസിനസ് ചെയ്യുന്നത്. അപ്പം ഒത്തിരി ക്രൗഡ് ഉണ്ട്. ബിസിനസ് വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ചേച്ചിക്ക് എന്താണ്? നല്ല രസമാണല്ലേ? ഇങ്ങനെ ഇരിക്കുക, ടൈം സ്പെൻഡ് ചെയ്യാ അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഒരു രസമല്ലേ? ചേച്ചിക്കോ? കുഴപ്പമില്ലാണ്ട് പോകുന്നു. നിങ്ങളൊന്ന് ചേർന്ന് നിൽക്കോ? ഞാനൊരു ഗെയിം തരട്ടെ. നമുക്ക് ഈ ഒരു ടൈം അല്ലേ നമ്മുടെ കൂടെ ഒരു കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തൂടെ? ഒരു ഗെയിം തരട്ടെ ഞാൻ. നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു അക്ഷരം തരും, ഒരു ലെറ്റർ തരും. അപ്പോൾ ആ ലെറ്റർ വെച്ച് നിങ്ങൾ എന്താ സെൻറ്റൻസ് ആക്കി എനിക്ക് പറഞ്ഞുതരാം. ഇപ്പം ഞാൻ തരുന്നു. അപ്പം ഞാനിന്ന് ബിരിയാണി കഴിച്ചു. എനിക്കവിടെ മനസ്സിലായില്ലേ? പെട്ടെന്ന് ഞാൻ ഒരു അക്ഷരം തരും. അപ്പം സ്റ്റാർട്ട് ചെയ്യല്ലേ? മനസ്സിന് നല്ല സുഖമുണ്ട്. പറയാനൊരു കാര്യമില്ല. കിട്ടുന്നില്ല. കുഴപ്പമില്ല. ചമ്മന്തി കൂട്ടിയൊരു ദോശ കഴിക്കണം. ചമ്മന്തി കൂട്ടി എനിക്കും കേട്ടപ്പോ ഒരു വിശപ്പില്ലാതില്ല. ഓക്കെ. ലാലിപ്പ എന്താ? ആള് സൈലന്റ് ഒന്നല്ല കേട്ടോ. സൈലന്റാ ചോദിക്കേണ്ടെന്ന് ചോദിച്ചാ. ലാലേട്ട ഫാനാ ഇരിക്കുന്നല്ലേ? ലാലേട്ടനെ കാണാൻ പോവണം. ഓക്കെ, അതെനിക്ക് ഇഷ്ടമായി കേട്ടോ. രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങോട്ട് വന്നതാ. പിന്നെ ഇവിടെ തന്നെ ആയി കേട്ടോ. ആണ്. ഓക്കെ. തവളേനെ കാണാൻ നല്ല രസാ. ചേച്ചിമാർ ഉഷാറാ കേട്ടോ. മോക്ക് പറയണോ? തരട്ടെ, ഒരു അക്ഷരം തരട്ടെ. ഇങ്ങി വാ. എന്താ പറയാ? ചായ കുടിക്കാൻ ഇഷ്ടാണ്. പറഞ്ഞ കേട്ടോ. ചായ ഇടും. പിള്ളേര് വേറെ ട്രാക്കിലാണല്ലേ? ആണ്. എന്തായാലും കച്ചവടമൊക്കെ നടക്കട്ടെ. അടിപൊളി സെയിൽ ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. ബൈ. ഭയങ്കര ഡ്രസ്സിംഗ് സെൻസ് ഭയങ്കര ഇഷ്ടമാണോ? ഡ്രസ്സിംഗ് സെൻസിങ് ഉള്ള ഭയങ്കര ആളാണല്ലേ? ആണ്. പേരെന്താ? സങ്കീർത്തൻ. ആണോ? എന്താ, ആരാണ് ഈ ഔട്ട്ലുക്ക് പറഞ്ഞത്? ഇങ്ങനെ ചെയ്താൽ അടിപൊളി ആയിരിക്കും എങ്ങനെ പറഞ്ഞത്? ഞാൻ തന്നെ. എന്ത് കാണുമ്പോ ഇഷ്ടം തോന്നി ഇങ്ങനത്തെ ഇങ്ങനെ ഡ്രസ്സിങ് ചെയ്യണമെന്ന്? ആരെ കണ്ട ഇൻസ്പയർ ആയത്? തോന്നി ഇങ്ങനെ ഇട്ടാൽ നല്ല രസം ഉണ്ടാവും അല്ലേ? എന്തായാലും സംഭവം അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ.
ഇത് അച്ഛനോട് പറഞ്ഞിട്ട് ഇങ്ങനെ വേണമെന്നിട്ട് മേടിച്ചതാണോ? ആണ്. ഹാപ്പിനെസ് ഫെസ്റ്റിവലിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ആണോ? ഫുഡൊക്കെ കഴിച്ചോ? കഴിക്കാൻ പോകുന്നത്രേ. ഓക്കെ, താങ്ക് യു. എന്നാ പോക്കോ, ബൈ ബൈ. ചേട്ടന്മാർ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അവരുടെ ചോദിക്കാം അല്ലേ ഹാപ്പിനെസ് ഫെസ്റ്റിവലിനെ പറ്റിയിട്ട്. ഹലോ ഹലോ, ചേട്ടന്റെ പേരെന്താ? എൻ്റെ പേര് സെയ്ദ്. എൻ്റെ പേര് സലാം. ഓക്കെ, മുനീർ. മുനീർ. ഓക്കെ, നിങ്ങളുടെ ഫാമിലി ആണോ? ആണ്. ഹാപ്പിനെസ് ഫെസ്റ്റിവലിനെ പറ്റി എന്താണ് പറയാനുള്ളത്? നല്ല അടിപൊളി പരിപാടിയാണ്. അടുത്തില്ലാത്ത എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. സ്റ്റോളിനെ പറ്റിയൊക്കെ എന്താ പറയാനുള്ളത്? സ്റ്റോളിലേക്ക് ഞങ്ങൾ ഒരു പ്രത്യേക ഒരു അനുഭൂതി ഉണ്ടായി. നല്ല ഒന്നാമത് ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല ഇത്ര AC-യിലെ ഒരു പരിപാടി എന്നുള്ളത്. ഞാൻ ഈ വീട്ടിൽ നമ്മുടെ ഈ നാട്ടിന്റെ അടുത്താണ് ഞാൻ ആദ്യമായിട്ട് ഈ പരിപാടിക്ക് വരുന്നത്. ആ, എത്രയോ വർഷം 2-3 വർഷമായിരുന്നു തുടങ്ങിയിട്ട്. ഇന്നാ ഞാൻ ആദ്യമായിട്ട് കയറിയത്. പക്ഷെ ഇത്രയും ഫെസിലിറ്റി ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അപ്പൊ വളരെ നന്നായിട്ടുണ്ട്. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രോഗ്രാം കാണാൻ എത്തില്ലേ അല്ലേ? ഇനിയുള്ള ദിവസങ്ങളിൽ പ്രോഗ്രാം കാണാൻ എത്തില്ലേ? ദിവസവും വരും. ഇനി ദിവസം ചേട്ടൻ ഇവിടെ ഉണ്ടാവും അല്ലേ? എല്ലാവരോടും വരാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അതാണ് കേട്ടോ, അതാണ് സ്പിരിറ്റ് അല്ലേ? സ്റ്റാളിൽ ഇട്ട് എല്ലാവരും സപ്പോർട്ടും ചെയ്യും. സപ്പോർട്ട് നന്നായി. എന്താണെന്ന് വെച്ചാൽ എന്റെ വീടായിട്ട് 3 കിലോമീറ്റർ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതെല്ലാം കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നി. നമ്മുടെ എന്റെ നാടിന്റെ അടുത്ത് ഇത്രയും നല്ല പ്രോഗ്രാം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആകെ ഒരു 20 ഉറുപ്പ്യല്ലേ ഉള്ളൂ. നമ്മളിപ്പോ 1, 2, 3 മണിക്കൂർ വരെ നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വളരെ സന്തോഷം. താങ്ക് യു. ചേട്ടനെന്താ പറയാനുള്ളത്? ബൈ. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യമാണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തിനെ അപേക്ഷിച്ചിട്ടും ഇപ്രാവശ്യം തന്നെയാണ് ബെറ്റർ. അടിപൊളിയാണ് അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം AC-യും കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല. അപ്പം താങ്ക് യു. മോനെ പേരെന്താ? ഇഷാൻ. ബൈ ബൈ. താങ്ക് യു. ഐസ്ക്രീം വാങ്ങിച്ചിട്ട് പറയണേ അച്ഛനോട് പറയണേ കേട്ടോ. ബൈ ബൈ. അപ്പൊ ഇതാ ഒരു ഫാമിലിനെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും പരിചയപ്പെടാം അല്ല ആദ്യം. പേരെന്താ? വിഷിത. പാർവണ. പ്രണവ്യ. വിമല പ്രസാദ്. ആരാധ്യ. ആദർശ്. ലതാ പ്രമോദ്. പൂർണിമ പ്രദീപ്. ഓക്കെ, ഞാൻ വരുമ്പോ തന്നെ കണ്ട എന്താണ് അറിയോ, ഈ കുട്ടി ഉണ്ടെങ്കിൽ നോക്കി ചിരിക്കാട്ടോ. നല്ല സ്മൈൽ കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നതല്ലേ? ആണ്. ഓക്കെ, എന്താ ചെയ്യുന്നത്? പഠിക്കുമല്ലേ? ഞാൻ +1 സയൻസ് എടുത്ത് പഠിക്കും. സയൻസ് 9ാം ക്ലാസ്സിലെ. പാട്ട് പാടുവോ? പാട്ട് പാടും. നന്നായിട്ട് പാടും. അപ്പൊ പാട്ട് കേട്ടിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ കേട്ടോ. ഏത് പാട്ടാ പാടുന്നേ? പാട്. ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാമിലി ഉണ്ടാവുമ്പല്ലേ? പാട്. നല്ല സപ്പോർട്ടാട്ടോ. ഇഷ്ടമുള്ള പഠിക്കുമല്ലേ? എനിക്ക് വലുതായിട്ടൊന്നും അറിയില്ല. അത് കുഴപ്പമില്ല, ചെറുതായിട്ട് മതി. അയ്യോ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഓള് കൂളായി നിന്ന് പാടിക്കോ. ഇനി വന്നേ. ആണോ? എന്നാ പാട്ട് കേൾക്കാം. മുൻപേ വാ അൻപേ വാ ഉടവാ ഉയരേ വാ മുൻപേ വാ അൻപേ വാ പൂവാ പൂവാ നാനാ കേപ്പേൻ എന്നെ നാനേ നാനിയാ നെഞ്ചം சொன்னதே നന്നായിട്ടുണ്ട് കേട്ടോ. അത് അമ്മയാണോ? അമ്മ ഈ സൈഡിൽ എഴുന്നിട്ട് പാടുന്നുണ്ടായിരുന്നു അല്ലേ? അമ്മ പഠിപ്പിച്ചു കൊടുത്തതാണോ? പാട്ട് പാടലുണ്ട്. ഓക്കെ, നന്നായിട്ടുണ്ട്. താങ്ക് യു. പാടുന്നോ ചേച്ചി? എല്ലാരും പാട്ടിന്റെ ആള്. അപ്പൊ രണ്ടാളും കൂടി ഒരു പാട്ട് പാടില്ലേ കേട്ടോ?
നന്നായിട്ട് പാടി കേട്ടോ. അപ്പൊ ഹാപ്പിനെസ് ഫെസ്റ്റിവൽ ഒരു 2 വാക്ക്. നമ്മളിപ്പം ഹാപ്പിനെസ് ഫെസ്റ്റിവലിൽ മെഗാ തിരുവാതിര ഉണ്ടായിരുന്നു. നമ്മള് കുടുംബസമേതം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മെഗാ തിരുവാതിര ഉണ്ടായിരുന്നു. പിന്നെ 2 ദിവസമായി ഇവിടെ ഇങ്ങോട്ട് വരുന്നേ. നല്ല പിന്നെ ജോറന്നെ. അപ്പൊ ഹാപ്പിനെസ് ഫെസ്റ്റിവലില് എന്താ പറയണ്ടേ, ഓൾ ഇൻ ഓളായി നിൽക്കുന്ന ടീംസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആണല്ലേ? ആണ്. ഓക്കെ. അപ്പൊ താങ്ക് യു. പരിചയപ്പെടാൻ പറ്റില്ല, ഒരുപാട് സന്തോഷം. ബൈ. താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കും. എന്ന് വെച്ചാൽ ഹാപ്പിനെസ് വെച്ച് തീരുന്നില്ല കേട്ടോ. വേറെ തന്നെ ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരേക്കും ദിസ് ഇസ് മീ ശ്രീവിഷ, സീൽ TV സൈനിങ് ഓഫ്. ബൈ.